الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമേറെയുള്ള വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ ഖുർആൻ ദീൻ പഠിക്കാൻ വേണ്ടി ഈ ഒരു സദസ്സിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ആളുകൾക്കൊപ്പമാകുമ്പോഴും വീട്ടിലൊറ്റക്കാകുമ്പോഴും അള്ളാഹുവോട് തഖ്വ പുലർത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ അള്ളാഹുവിനെ നിരീക്ഷണത്തെ ഭയപ്പെടണേ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വസിയത്ത് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും നേടിയ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ടിരുന്നതും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്നതായ ഒരു പ്രശ്നവും, നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും വഅളുകളും ഖുതുബകളും കേൾക്കും, ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഒരു ഈമാനികമായ ഊർജം നമ്മളിലേക്ക് തരും. പക്ഷെ എന്തുകൊണ്ടോ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 4 ദിവസത്തിന് ശേഷം, അത്രയ്ക്ക് പോകുന്നവർ ഭയങ്കര ശക്തിയുള്ളവരാണ്, നമ്മളുടെ ആ ഊർജം നഷ്ടപ്പെട്ടു പോകും. നമ്മളിങ്ങനെ ഫൈസൽ അലി ഉസ്താദിൻ്റെ പർപ്പൂർ ഉസ്താദിൻ്റെ ഒക്കെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ഇനി ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ആക്കണോ. നമ്മൾ റമദാനിലൊക്കെ തീരുമാനിക്കുമല്ലോ, റമദാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് എന്നെ പിടിച്ചാൽ കിട്ടൂല, ശവ്വാൽ മുതൽ ഞാൻ ഇത്രത്തോളം കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ നിയ്യത്താക്കുകയും ആ ഒരു നിയ്യത്തും ആ ഉദ്ദേശവും വളരെ ദുർബലമായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം നമ്മളെ ബാധിക്കാറുണ്ട്. അതൊരു വലിയ പ്രശ്നവുമാണ്. സലഫുകളെ കുറിച്ച് നമ്മൾ ചില ഹദീസുകൾ കേൾക്കുമ്പോൾ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനും പത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കുമ്പോൾ ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസുണ്ട്. 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലി കിടക്കണം. ആ ഹദീസല്ല അത്ഭുതപ്പെടുത്തുന്നത്, അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാലങ്ങൾക്ക് ശേഷം സംസാരിക്കുന്ന ഒരു സംസാരമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെത്ര ഹദീസ് കേട്ടിട്ടുണ്ട്. സ്വഹാബത്ത് കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ, സിഫീൻ്റെ യാത്രയിൽ, സിഫീൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട യുദ്ധമാണല്ലോ, അന്നത്തെ രാത്രിയിൽ നിങ്ങൾ എന്ത് വന്നാലും അത് ഒഴിവാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ഒരു കണക്ക്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ലൈലത്ത സിഫീൻ,
സിഫീനിൻ്റെ രാത്രിയിലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അത് ഒഴിവാക്കിയിട്ടില്ല. അപ്പം എങ്ങനെയാണ് അവർക്ക് തുടരാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് നിരന്തരമായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഹദീസുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ആയത്തുകൾ പഠിക്കുന്നു, പക്ഷേ ആ അധ്യാപനങ്ങളൊക്കെ 1-2 ദിവസത്തിനപ്പുറം പാളിപ്പോവുകയാണ്. ഒരു ഇസ്തിഖാമത്തില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ദീനിൽ തുടർച്ചയായി നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോൾ പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് വല്ല മാർഗവും ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഉറച്ചു നിൽക്കാൻ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ദീനിൽ ഉറച്ചു നിൽക്കാനും ഈ പഠിച്ച ഹദീസുകളൊക്കെ ജീവിതത്തിൽ പകർത്താനും അത് നിരന്തരമായി കൊണ്ടുപോകാനും എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞാലും 1, 2, 3 എന്ന അക്കട്ട് പറഞ്ഞാലും വേറൊരു അടിസ്ഥാനപരമായൊരു ഘടകമുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മളിനി എത്ര മാർഗം പഠിച്ചാലും ഇനിയിപ്പോൾ അത് പഠിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. അള്ളാഹു അനുഗ്രഹിച്ചാൽ, അള്ളാഹു സഹായിച്ചാൽ ഒരു പക്ഷെ നമ്മൾക്ക് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അള്ളാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ആദ്യം പഠിക്കാനുള്ള അസുല അതാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് മുറുകെ പിടിച്ചിട്ട് വേണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇൻഷാ അല്ലാഹ്. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം വേണം ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കാൻ. നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ഒരു കാരണം, ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു സഹായിക്കുന്ന ഒന്നാമത്തെ ഒരു ഘടകം, അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു സഹായിക്കുന്ന ഒരു ഘടകം, നമ്മൾ പലപ്പോഴും നന്നാവാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ ഉഷാറാകാൻ തീരുമാനിക്കും, മെച്ചപ്പെടാൻ തീരുമാനിക്കും. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉഷാറാകണം, കുറച്ചുകൂടി സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം, കുറച്ചുകൂടി ഖുർആൻ ഓതണം, അങ്ങനെയൊക്കെ തീരുമാനിക്കും. പക്ഷെ പലപ്പോഴും അതിൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ ലക്ഷ്യം എന്തിനാ? നന്നായിട്ട് നന്നാവണോ? പിന്നെയോ നന്നാവണോ? എന്തിന് എന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം തേടുമ്പോൾ പലപ്പോഴും ആളുകൾ നല്ലത് പറയായിരിക്കും, അല്ലെങ്കിൽ ആളുകളൊക്കെ നന്നായിട്ട് കാണും എന്നുള്ളതാകാം. നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യവും അതിൻ്റെ എത്തിച്ചേരലും ഒക്കെ അള്ളാഹുവിന് വേണ്ടി അല്ല എന്നുള്ളതായിരിക്കാം ഒന്നാമത്തെ പ്രശ്നം. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. നമ്മൾ നന്നാവാൻ തീരുമാനിക്കുകയും ഖുർആൻ പഠിക്കാൻ തീരുമാനിക്കുകയും തഹജ്ജുദ് നിസ്കരിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അത് അള്ളാഹു രേഖപ്പെടുത്തി വെച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബായി, ഏറ്റവും അടുത്തവനായി, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനായി, മർദിയായി മാറാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നല്ല ഒരു നീയത്ത് പിറകിലുണ്ട് എങ്കിൽ അത് മുറിഞ്ഞു പോകില്ല. പല കാര്യങ്ങളും മുറിഞ്ഞു പോകാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഈ നീയത്ത് തന്നെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ പറയും, നമ്മളൊക്കെ ഇഖ്ലാസിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചളിക്കുത്തുള്ളത് പോലെ, ആളുകൾ കണ്ടാലോ കേട്ടാലോ പറഞ്ഞാലോ കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെ, അതിലൊക്കെ ആസ്വാദനം കണ്ടെത്തുന്നത് പോലെ ഒരു പ്രശ്നം നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അത് നമ്മളെ നന്നാക്കട്ടെ, നമ്മുടെ ഹൃദയം വൃത്തിയുള്ളതാക്കട്ടെ, നീയത്തുകൾ പരിശുദ്ധാക്കട്ടെ, ഉന്നതാക്കട്ടെ. അല്ലാഹു ആമീൻ. നല്ല നീയത്തോടു കൂടി ചെയ്താൽ നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയൊരു പണ്ഡിതനാണ് മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും ഇന്ന് ആളുകളുടെ കയ്യിലുണ്ട്. അദ്ദേഹം എടുത്ത ക്ലാസ്സുകൾ ഗ്രന്ഥങ്ങളായി, തഫ്സീറുകളായി, അഖീദയുടെ ഗ്രന്ഥങ്ങളായി, വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. നമ്മളുടെ എല്ലാ പണ്ഡിതന്മാരും അതൊക്കെ റെഫർ ചെയ്യുന്നു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും എല്ലാ ആളുകൾക്കും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്തായിരിക്കും? പണ്ഡിതന്മാർ പറയാണ്, ചിലപ്പോൾ അവരുടെ നല്ല നീയത്തായിരിക്കും. ഇനി വേണ്ട, മഹാനായ അൽ ഇമാം അൻ നവവി റഹിമഹുല്ലാ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. യഹ്യ ബിനു ഷറഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. ഹിജറ 700-കളിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇന്ന് ഹിജറ 1445 ഇന്ന് മഗ്രിബിന് ശേഷമുള്ള ക്ലാസ്സിലും അൽ ഇമാം അൻ നവവി റഹിമഹുല്ലാ എന്ന് എൻ്റെ നാവ് കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ 700 വർഷങ്ങൾക്ക് ഇപ്പുറവും
അദ്ദേഹം ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ നിയ്യത്ത് അത് തന്നെ ആകണം എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ മരിച്ചിട്ട് 700 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മളിപ്പോഴും റഹിമഹുല്ലാ എന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. വേണ്ട, അൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ 194 ഹിജറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 194 ജനിക്കുന്നത്. ഹിജറ 256 മരണപ്പെടുന്നത്. 1200 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇമാം ബുഖാരി റഹിമഹുല്ലാ എന്ന് പറയിപ്പിക്കണമെങ്കിൽ അസഹു കിതാബിൻ ബഅദ കിതാബില്ല, അള്ളാഹിൻ്റെ ഗ്രന്ഥത്തിന് ശേഷം ഏറ്റവും സ്വഹിയായ ഗ്രന്ഥം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരും നോക്കൂലല്ലോ. എന്തായിരിക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു പരിശുദ്ധമായ നിയ്യത്ത് തന്നെയാകും അതിനുള്ള കാരണം എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നിങ്ങൾക്ക് അറിയുന്നതാണെന്ന് ഓർമ്മപ്പെടുത്താന്നുള്ള നിലക്കാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നിയ്യത്തുകൾക്കനുസരിച്ചിട്ടാണ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുക. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എല്ലാ മനുഷ്യനും അവൻ എന്താണോ നിയ്യത്ത് വെച്ചത് അതാണ് കിട്ടുക. ഈ ക്ലാസ് കൊണ്ട് എന്താണോ നിയ്യത്ത് വെക്കുന്നത് അതാണ് നമുക്ക് കിട്ടുക. നമ്മൾ നമ്മുടെ പ്രവർത്തനം നിസ്കാരം കൊണ്ട് എന്താണോ നിയ്യത്ത് വെക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുക. ഒരേ സൊഫിൽ നിന്നിട്ടാണ് നമ്മളൊക്കെ നിസ്കരിച്ച്, പക്ഷെ എല്ലാവരുടെയും നിസ്കാരത്തിന് അല്ലാഹ് ഒരു കൂലിയാണ് കൊടുക്കുക? ഒരിക്കലുമല്ല. നിയ്യത്തുകൾക്ക് അനുസരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി നിർണ്ണയിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പോകുമ്പോഴാണെന്നാണ് ഓർമ്മ, മദീനയിൽ ചില ആളുകൾ പ്രയാസപ്പെട്ട് കിടക്കുന്നുണ്ട്, കഴിയാതെ വരാൻ പറ്റാതെ. റസൂലുള്ള പറയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന അതേ കൂലി മദീനയിലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ലഭിക്കും. കാരണം അവർക്ക് വരാൻ നിയ്യത്തുണ്ട്, ഉദ്ദേശമുണ്ട്. പരിശുദ്ധമായ നമ്മൾ നന്നാവാൻ തീരുമാനിക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ ഖുർആൻ ഓതി തുടങ്ങണം. ഇൻഷാ അല്ലാഹ് ഇനി റമളാനിന് ശേഷവും ഖുർആനും രാത്രി നിസ്കാരം ഒന്നും മുടക്കരുത് എന്ന് നമ്മൾ നിയ്യത്ത് വെച്ചിട്ടും, റമളാൻ കഴിഞ്ഞിട്ട് കുറച്ച് ആഴ്ചകളായില്ലേ, 1 മാസത്തോളമായോ? ശവ്വാലായി കഴിഞ്ഞോ? ഇല്ല, ഒരു 60 ദിവസം കൂടി ഇല്ലേ, 1 മാസം കഴിയാനായി. നമ്മൾ എത്ര പേർ നമ്മൾ തീരുമാനിച്ച തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പം അതിനുള്ള ചെറിയൊരു പ്രശ്നം ഇതായിരിക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്തായിരിക്കാം? നിയ്യത്ത് നന്നാകാത്തതാകാം എന്നൊരു പേടി നമുക്ക് ഉണ്ടാകണം. ഞാൻ ഉസ്താദ് സാധാരണ പറയാറുള്ളൊരു കഥയുണ്ട്, നിങ്ങൾ കേട്ട കഥയാണെങ്കിലും എനിക്കത് ഇടയ്ക്കിടയ്ക്ക് അയവർക്കുമ്പോൾ ഒരു മധുരമാണ്. 30 വർഷമായി ഒരു വ്യക്തി ഒരു ഇബാദത്ത് തുടരുന്നുണ്ടായിരുന്നു എന്നൊരു കഥയുണ്ട്. പള്ളിയിൽ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം പള്ളിയിൽ നേരത്തെ എത്തുത്രേ. ആളുകളൊക്കെ വരുന്നതിന് മുമ്പ്. അത് വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. മൻ ബക്കർ വബ്തക്കർ വഗസ്സല വഗ്തസൽ, ആരെങ്കിലും നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ട് കുളിച്ച് വൃത്തിയായി പള്ളിയിലേക്ക് ചെന്ന എന്ന് പറയുന്ന ഹദീസൊക്കെ അല്ലേ, ജുമഅയുടെ പ്രാധാന്യം പറയുന്ന വെള്ളിയാഴ്ച ദിവസത്തിൽ നേരത്തെ ചെല്ലുന്ന ഹദീസ്. ഇദ്ദേഹം ഇതെല്ലാ വെള്ളിയാഴ്ചയും നേരത്തെ പള്ളിയിൽ ചെല്ലുത്രേ. ഒരു ദിവസം, ഇത് 30 വർഷമായി തുടരുന്ന കാര്യമാണ്. ഒരു ദിവസം ഏതാണ്ട് ഇങ്ങനെയാണ് കഥ. ഒരു ദിവസം അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം കൊണ്ട് വരാൻ സാധിച്ചില്ല. അപ്പം അയാൾ വരുന്ന വഴിക്ക് അയാൾക്ക് തോന്നുകയാണ്, ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിരുന്ന നാട്ടുകാർ എന്താ വിചാരിക്കുക, ആളുകൾ എന്ത് കരുതും? അപ്പോൾ തന്നെ അയാൾക്ക് തിരിച്ചറിവുണ്ട്. അയാൾ ഇങ്ങനെ പറഞ്ഞു തരാം, പഠിച്ചോനെ അള്ളാഹുവെ, ഞാൻ ചെയ്ത 30 വർഷത്തെ അമലും ബാത്തിലായല്ലോ എന്ന്. ആ ഒരു ദിവസത്തെ അമല് പോയി എന്നല്ല, ഞാൻ ചെയ്ത 30 വർഷത്തെ കർമ്മവും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നാണ്. ഞാൻ ആ കഥ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ നമ്മൾക്കൊക്കെ എത്ര പരിശുദ്ധിയുള്ള നിയ്യത്തുണ്ട് പല കർമ്മത്തിലും. നമ്മുടെയൊക്കെ എന്തൊക്കെ സ്വീകരിക്കപ്പെടും. ഇപ്പം തുടരാനും സ്വീകരിക്കാനും ഖബർ വരെ എത്താനും ആകാശലോകത്തേക്ക് ഉയരാനും ഒക്കെ അള്ളാഹിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ, കാണണമെങ്കിൽ നല്ലൊരു നിയ്യത്ത് വേണം. അത് ഭൂപടങ്ങൾ അതിജയിക്കും, കാലഘട്ടങ്ങൾ അതിജയിക്കും, എല്ലായിടത്തും എത്തിക്കും. ചെറിയ നിയ്യത്ത്, മോശപ്പെട്ട നിയ്യത്തുകൾ കർമ്മത്തെ സ്വാധീനിക്കും.
വലിയ 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 നീയത്തുകൾ കൊണ്ട് ചെറിയ കർമ്മാണെങ്കിലും അത് വലുതാകും. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റഹിമഹുല്ലാ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് പറഞ്ഞത്, റുബ്ബ അമലിൻ സ്വഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്ര എത്ര ചെറിയ കർമ്മങ്ങളാണ് നീയത്ത് അതിനെ വലുതാക്കുന്നത്. ചെറിയ കർമ്മമായിരിക്കും, പക്ഷെ നല്ല നീയത്ത് ഉണ്ടാകും. വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്ര എത്ര വലിയ കർമ്മങ്ങളാണ് അതിനെ നീയത്ത് ചെറുതാക്കുന്നത്. ഹജ്ജും ഉംറയ്ക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അവിടുന്ന് ഹറമിൻ്റെ മുമ്പൊന്നും സെൽഫി എടുത്ത് ഐ ആം പെർഫോമിങ് ഉംറ സ്റ്റാറ്റസ് ഇടാനുള്ള വ്യഗ്രതയായിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഇനി ഫോട്ടോ എടുക്കുന്നവരൊക്കെ മോശപ്പെട്ട നീയത്തുകാരാണെന്നല്ല, അങ്ങനെയൊന്നല്ല പറഞ്ഞത്. നമ്മുടെ നീയത്ത് നല്ലതാണെങ്കിൽ അല്ല തുടർത്താൻ എന്ത് ചെയ്യും, അനുവദിക്കും എന്നുള്ളത് പ്രധാനമാണ്. നീയത്ത് നല്ലതല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ചടപ്പും മടുപ്പൊക്കെ വരും. കാരണം അള്ളാഹു എന്നുള്ള കാരണവും പ്രേരകവും എപ്പോഴും ഉണ്ട്. നമ്മൾ വേറെന്തെങ്കിലും കാരണം കണ്ടാൽ അത് എപ്പോഴും ഉണ്ടാകില്ല. നമ്മളുണ്ടല്ലോ, ഒരാൾ നമ്മളിങ്ങനെ ഖുർആൻ ഓതിയിരിക്കുകയാണ്, ഭംഗിയിൽ ഇങ്ങനെ ഖുർആൻ ഓതാണ് നമ്മളെ കണക്കിന്. ഇപ്പോൾ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അപ്പുറത്തൂടെ ചെന്നു, അപ്പുറത്തൂടെ പോയി. നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അപ്പുറത്തൂടെ ചെല്ലുമ്പോൾ അയാളൊന്ന് കണ്ടാൽ തിരക്കേടില്ല, ഒന്ന് കേട്ടാൽ തിരക്കേടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തിനാ ഖുർആൻ ഓതണം? മൊത്തത്തിൽ ഒന്ന് അറിയപ്പെട്ടാൽ പ്രശ്നമില്ല എന്നുള്ളതിന്. അപ്പം അതൊരു വലിയ അസുഖമാണ്. അത് ചികിത്സിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തന്നെ നല്ല നീയത്താകും, നാളെ തൊട്ട് നമ്മൾ നല്ല ഉഷാർ നീയത്താകും എന്നല്ല പറഞ്ഞത്. മരണം വരെ ഇഖ്ലാസിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തുടർത്താൻ ഇസ്തിഖാമത്തിന് അത് വലിയൊരു ഘടകമാകും എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തുടർത്തണമെങ്കിൽ എന്ത് ചെയ്യുക, തുടർത്താൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ, ദീനിൽ ഉറച്ചു നിൽക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലൊരു നീയത്തുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുമ്പോൾ വിനയം പറയല്ല, പിശുക്കൻ സ്വതക്കനെ കുറിച്ച് വർത്താനം പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി മഹാനായ സുഫിയാൻ റഹിമഹുല്ല പറഞ്ഞല്ലോ, 20 കൊല്ലം എടുത്തു ഞാൻ എൻ്റെ നീയത്ത് ശരിയാക്കാൻ. എത്ര വർഷം? 20 വർഷം. അപ്പം നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ, പരിശുദ്ധമായ ഉദ്ദേശങ്ങൾ, സൗന്ദര്യമുള്ള, സൗരഭ്യമുള്ള, സുഗന്ധമുള്ള, ചീഞ്ഞു നാറാത്ത, ചളിയില്ലാത്ത, കറയില്ലാത്ത, നിഷ്കളങ്കമായ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം അള്ളാഹിൻ്റെ ഒരു മുഖറബായ അടിമയാകണം, അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ആളാകണം, അള്ളാഹു എൻ്റെ അടിമ എന്ന് പറയണം, അള്ളാഹിൻ്റെ വലിയാകണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ ഉന്നതമായ ദറജ എത്തണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കണം, സ്വർഗത്തിലെ ഫിർദൗസ് തന്നെ ലഭിക്കണം. ഇങ്ങനെയുള്ള വലിയ വലിയ ലക്ഷ്യങ്ങളുമായി മറ്റ് കറകൾ ബാധിക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹ് നമുക്ക് തുടർത്താൻ ഒരു പരിധി വരെ അനുവദിക്കും. അപ്പോൾ നമ്മൾ ഓർക്കണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് ഒന്നാമത്തെ ഒരു ഘടകം. ഇതിൽ ഇത്ര മതിയായി മനസ്സിലാക്കണം. കാരണം കൂടുതൽ പറയുന്നതിനപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നതിനപ്പുറത്ത് നമ്മൾ പരമാവധി ഇതൊന്ന് നീയത്ത് എന്താക്കാൻ നോക്കുക. ഇരിക്കുമ്പോഴും ചില ആളുകളുടെ സാധാരണ കർമ്മങ്ങൾ പോലും ഇബാദത്താകും. നിങ്ങൾ ഖുതുബയിൽ കേട്ടിട്ടില്ലേ, സാധാരണ കർമ്മങ്ങൾ പോലും തൊലസൊലായിസ്തല്ലേ അവിടെ ഖുതുബ, സാധാരണ കർമ്മങ്ങൾ പോലും എന്താകും, ഇബാദത്താകും. ചില ആളുകളുടെ ഇബാദത്ത് പോലും സാധാരണ കർമ്മമാകും. അത് നീയത്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ കുളിക്കാൻ നിൽക്കുമ്പോൾ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ, അള്ളാഹ്ക്ക് വൃത്തിയുള്ളവരെ ഇഷ്ടമാണ്. ആ നീയത്തുണ്ടെങ്കിൽ കൂലി കൂടി. എന്നാൽ ഒരാൾ ഭയങ്കര ചൂട്, വെള്ളം നനച്ചാലൊന്നും ആശ്വാസമാവും. എന്ത് കിട്ടി? തണുപ്പ് കിട്ടി. മറ്റേത് കൂലിയും കിട്ടി. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കുമല്ലോ, വജ്ജഹത്ത് വരുന്നു, ഫാത്തിഹ വരുന്നു, നാസോ ഇഖ്ലാസോ ഫലക്കൊക്കെ വരുന്നു, അങ്ങനെ പോകുന്നു. അപ്പം അതാണ് ചില ആളുകളുടെ ആജാത്തു അഹ്ലിൽ യഖ്ദത്തി ഇബാദാത്തുൻ, ഉണർവുള്ളവരുടെ സാധാരണ കർമ്മം പോലും ഇബാദത്താക്കാൻ അവർക്ക് സാധിക്കും. വ ആദാത്തു അഹ്ലിൽ ഗഫ്ലത്തി വ ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തുൻ, അശ്രദ്ധയിലായവരുടെ ഇബാദത്ത് പോലും സാധാരണ ഓട്ടോമാറ്റിക് ഒരു യാന്ത്രികമായി പോകുന്ന കർമ്മങ്ങളും ആകുന്നു. അപ്പം അതുകൊണ്ട് മരണം വരെ, ഖബർ വരെ ഒരു നല്ല നീയത്തിന് വേണ്ടി പരിശ്രമിക്കുക. ഞാൻ ഉഷാറായി, ഇനിയിപ്പോൾ നീയത്തിന് കേടൊന്നും വരില്ല, അങ്ങനെയൊന്നുമല്ല. ദുനിയാവല്ലേ,
നമ്മുടെ മനസ്സിന് താല്പര്യങ്ങളില്ലേ? എത്രയൊക്കെ പറഞ്ഞാലും ഈ ഒരു മജ്ജയും മാംസമുള്ള മനുഷ്യനല്ലേ. അതുകൊണ്ട് മരണം വരെ എന്തിനു വേണ്ടി പരിശ്രമിക്കുക? നല്ലൊരു നിയ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന ഖുർആനോത്തും നമ്മൾ ഓതുന്ന ദിക്റുകളും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അവസാനം വരെ നിലനിർത്താൻ ആരനുവദിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കും ഇൻഷാ അള്ളാഹ്. രണ്ടാമത്തെ കാരണം പറയട്ടെ. ഒന്ന് ഇതാണ്, ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നല്ല വൃത്തിയുള്ളൊരു കൽബുണ്ടെങ്കിൽ, നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം പറയാൻ പറഞ്ഞതുകൊണ്ടാണ് അത് പറയണത്. കാരണം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു ഘടകം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഹൃദയവിശുദ്ധിയുള്ളത് ആർക്കാണ്? സംശയമില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്നുള്ളതിൽ എനിക്കോ നിങ്ങൾക്കോ തർക്കമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി ധാരാളമായി അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്, അല്ലാഹുമ്മ അല്ലാഹുവേ, ഓ അല്ലാഹ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത്, നീ ഉറപ്പിച്ചു തരണേ, ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഉറപ്പിച്ചു തരണേ, അലാ ദീനിക്ക, നിന്റെ ദീനിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ നിന്റെ ദീനിൽ ഉറപ്പിച്ചു തരണേ. ഇതാരാണ് പ്രാർത്ഥിക്കുന്നത്? മുസ്തഫായ മുജ്തബായ മുഖ്താറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഈ പ്രാർത്ഥന മാത്രമല്ല, എന്നും ഒരാൾ, കുട്ടിയാകട്ടെ, പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, കൗമാരക്കാരനാകട്ടെ, യുവാവാകട്ടെ, വൃദ്ധനാകട്ടെ, അല്ലെങ്കിൽ അതിനൊക്കെ ഇടയിലുള്ള പ്രായമാകട്ടെ, അള്ളാഹുവെ എന്നെ നന്നാക്കണേ, അള്ളാഹു എൻ്റെ സ്വഭാവം വൃത്തിയുള്ളതാക്കണേ, അള്ളാഹു എൻ്റെ മനസ്സിനെ പരിശുദ്ധിപ്പെടുത്തണേ എന്നും പ്രാർത്ഥിക്കുന്ന ഒരാൾ, അയാളുടെ വൃത്തി എത്ര ഉണ്ടാകും? അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ ചളി കുറച്ചേ ഇടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചളി ഇടാനുള്ള സാധ്യത കുറവാണ്. അതിനുള്ള സാധ്യതകൾ അള്ളാഹു തന്നെ തടുക്കും. കാരണം എന്നും അള്ളാഹുവെ എന്നെ നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നിരന്തരമായ പ്രാർത്ഥനകൾ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്തെ ഘടകം അതാണ്, എന്നും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി, അള്ളാഹുവെ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളുടെ ഭംഗിയുണ്ട്. റസൂലുള്ളാഹിൻ്റെ ദുആ നമ്മൾ പ്രാർത്ഥിക്കാം. അള്ളാഹുവിനോട് ഏത് ഭാഷയിലും നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കാം, ഏത് ഭാഷയിലും സംസാരിക്കാം. അള്ളാഹുവിന് ഭാഷകൾ പ്രശ്നമല്ല. നമ്മളെല്ലാവരും ഒരേ സമയം ചോദിച്ചാലും അള്ളാഹ്ക്ക് അന്നപ്പൻ്റെ കയ്യട്ടെ, അങ്ങനെ ഉണ്ടോ? ഇല്ല. എന്നും ചോദിക്കുന്നവർക്കൊരു വൃത്തിയുണ്ട്. എന്നും നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിനൊരു ശുദ്ധി ഉണ്ടാകും. അത് നമ്മളെ നിലനിർത്താൻ. ഇപ്പം അള്ളാഹു എനിക്ക് തഹജ്ജുദ് എന്നും നിലനിർത്തി തരണേ, അള്ളാഹു എനിക്ക് വിത്ർ എന്ന് നിലനിർത്തി തരണേ, ഞാൻ ചെയ്യുന്ന ഈ ഖുർആനോത്തൊന്ന് നിലനിർത്തി തരണേ. അത് പ്രത്യേകിച്ച് ഇനി റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥനകൾ എടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ വല്ലാത്ത പ്രാർത്ഥനകളാണ്. അതിൻ്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നല്ല പദങ്ങൾ, അള്ളാഹിനോട് സംസാരിക്കേണ്ട മര്യാദകൾ, അതൊക്കെ പാലിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അള്ളാഹുവേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നിന്നോട്, അതിനുള്ളൊരു സഹായം നിന്നോട് ആവശ്യപ്പെടുന്നു. വ തർക്കൽ മുൻകറാത്ത്, മോശപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഉള്ളൊരു കഴിവ് എനിക്ക് തരണം. വഹുബ്ബൽ മസാക്കീൻ, പാവപ്പെട്ടവരോടൊരു ഇഷ്ടം എൻ്റെ മനസ്സിലുണ്ടാക്കി തരണം. നോക്ക് ആ മനസ്സിൻ്റെ വൃത്തി നോക്ക്. വഹുബ്ബൽ മസാക്കീൻ, പാവപ്പെട്ടവരോടൊരു ഇഷ്ടം. വൻ തഗ്ഫിറലി വതർഹമനി, അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അള്ളാഹുവെ നിൻ്റെ ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിൻ്റെ ഇഷ്ടത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മത്തോടുള്ള ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയുടെ ഭംഗി നോക്ക്. اللهم بعلمك الغيب وقدرتك على الخلق أحيني ما علمت الحياة خيرا لي وتوفني إذا علمت الوفاة خيرا لي اللهم إني أسألك خشيتك في الغيب والشهادة. രഹസ്യത്തിലും പരസ്യത്തിലും ഖശ്യത്ത് വേണം, ഒരു ഉൾഭയം വേണം.
ഖശ്യതക ഫിൽ ഗൈബി വശഹാദ വഅസ്അലുക കലിമത്തൽ ഹഖ് ഫിർ റിളാ വൽ ഗളബ്. തൃപ്തിയുള്ള അവസ്ഥയിലും ദേഷ്യമുള്ള അവസ്ഥയിലും സത്യം പറയാൻ പറ്റണം. വഅസ്അലുകൽ ഖസ്ദ ഫിൽ ഫഖ്രി വൽ ഗിന. ദാരിദ്ര്യാവസ്ഥയിലും ധന്യനായ അവസ്ഥയിലും ഒരു ഖസ്ദോടുകൂടി മിതത്വത്തോടുകൂടി ചെലവഴിക്കാനുള്ള അവസ്ഥ തരണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഈമൻ ലാ യൻഫദ്. ഒരിക്കലും വറ്റിപ്പോകാത്ത അനുഗ്രഹങ്ങൾ. വഖുറത ഐനിൻ ലാ തൻഖതി. മുറിഞ്ഞു പോകാത്ത കൺകുളിർമ വേണം. വബർദൽ ഐശി ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ഒരു കുളിരുള്ള ജീവിതം വേണം. വഅസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ആസ്വാദനം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ദുആ അല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ആസ്വാദനം എനിക്ക് വേണം. വശൗഖ ഇലാ ലിഖായിക്. നിന്നെ കണ്ടുമുട്ടാനുള്ള ഒരു അഭിഭ്രമം, ഒരു പാഷൻ എനിക്ക് തരണം, ഷൗക്ക് തരണം. അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകരുത്. ഫിയർ ദർറ മുദിറ വലാ ഫിത്നത്തിൻ മുദിൽ. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ. ഈമാൻ കൊണ്ട് ഞങ്ങൾ അലങ്കരിക്കണേ. വജഅൽനാ ഹുദാതൻ മഹ്ദിയീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹിന്റെ ദുആകൾ എടുത്തോ. അല്ലാഹുമ്മ അൻസുർനി വലാ തൻസുർ അലയ്യ വംകുർലി വലാ തംകുർ അലയ്യ വഹ്ദിനി വയസ്സിറിൽ ഹുദാലി വൻസുർനി അലാ മൻ ബഗാ അലയ്യ റബ്ബി ജഅൽനി ലക ശക്കാറൻ ലക ദക്കാറൻ ലക റഹാബൻ ലക മിത്വാഅൻ മുഖ്ബിതൻ ഇലൈക അവ്വാഹൻ മുനീബ. റബ്ബി തഖബ്ബൽ തൗബതി. എൻ്റെ തൗബ സ്വീകരിക്കണേ. വഗ്സിൽ ഹൗബതി. എൻ്റെ തെറ്റുകൾ കഴുകണേ. വഅജിബ് ദഅവതി. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണേ. വസദ്ദിദ് ലിസാനി. എൻ്റെ നാവിനെ ശരിപ്പെടുത്തണേ. വസ്സുലുൽ സഖീമത സദ്രി. എൻ്റെ ഹൃദയത്തിലെ ആ കറുകറുത്ത കട്ടയെ ഊരിത്തരണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. ഞാൻ എല്ലാ പ്രാർത്ഥനയൊന്നും പറയുന്നില്ല. നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർക്കൊരു ഭംഗിയുണ്ട്, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ. നമ്മൾ നിസ്കാരത്തിൽ മനഃപൂർവ്വം കൽപ്പിച്ചു കൂട്ടി പ്രാർത്ഥിക്കണം. ഏത് ദുആ എന്നറിയോ? ഉറച്ചേൽക്കാൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ദുആ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം, അറിഞ്ഞുകൊണ്ട് ചോദിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കണം. സുബൈക്കും അതന്നെ, ളുഹ്ർക്കും അതന്നെ, അസർക്കും അതന്നെ, മഗ്രിബിക്കും അതന്നെ, ഇശാക്കും അതന്നെ. ഇനി റവാത്തിബുകൾ ഉണ്ടെങ്കിൽ അതിലും അതന്നെ. എന്താ ഇത്രയും നേരം ഇനി വിത്ർ, ദുഹ, ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ ചോദിക്കുമ്പോൾ എന്നും ചോദിക്കുന്ന ആൾക്ക് അല്ലാഹ് കൊടുക്കാതിരിക്കില്ല എന്നാണ്. പ്രാർത്ഥനയുടെ ഒരു അദബിൽ പെട്ടതാണ് ഇൽഹാഹ്. വിടാതെ പിടികൂടി പിറകെ കൂടി ചോദിക്കുക. അതൊരു മര്യാദയാണ്. അതാനോട് ചോദിക്കുമ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിച്ചു കിട്ടിയില്ല, അത് അദബേടാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ച് അങ്ങനെ ചെയ്യരുത്. എന്താ അറിയില്ല, കുറേ ദുആ ചെയ്തു, ഞാൻ ചെയ്യൂല, അത് കിട്ടിയില്ല. അങ്ങനെയല്ല, ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതൊക്കെ നമ്മൾ ദുആ ചെയ്യുന്ന ഇഷ്ടമാണ്. നമ്മൾ മനുഷ്യന്മാരോട് ചോദിക്കുന്ന പോലെയല്ല. മനുഷ്യന്മാരോട് ഒന്നാം വട്ടം ചോദിച്ചാൽ തരുമായിരിക്കും, രണ്ടാം വട്ടം ചോദിച്ചാലും തരുമായിരിക്കും, മൂന്നാം വട്ടം ചോദിച്ചാൽ ചിലപ്പോൾ മുഖം വാടും, നാലാം വട്ടം ചോദിച്ചാൽ ചിലപ്പോൾ ചീത്തയും കേൾക്കും. അള്ളാഹുവിന് ചോദിക്കുന്നിടത്തോളം ഇഷ്ടമാണെന്നാണ്. ഏറ്റവും സിമ്പിളായ പണിയാണ് ചോദിക്കുക, അള്ളാഹിനോട് ചോദിക്കുക. പക്ഷെ നല്ല ഈമാനുള്ളവർക്കേ പറ്റുള്ളൂ. വഈഫുൽ ഈമാൻ സാധിക്കൂല എന്നാണ്. ഈമാനിൽ ദുർബലതയുള്ളവൻ അള്ളാഹിനോട് ചോദിക്കാൻ മടിയേക്കാരം. നമ്മൾ തരുന്നുള്ള ഉറപ്പോട് കൂടി തന്നെ ചോദിക്കണം, ധാരാളമായി ചോദിക്കണം, നിരന്തരമായി ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ പറഞ്ഞില്ല, വിടാതെ ഒരു കുട്ടി ഉമ്മാനോടൊക്കെ ഉപ്പാനോടൊക്കെ ഐസ്ക്രീം ചോദിക്കണുണ്ടല്ലേ, എനിക്ക് വേണം 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 എന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെ ചോദിക്കണം. ചില പ്രാർത്ഥനകൾ അപ്പം തന്നെ കിട്ടും. ചില പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു ഉപദ്രവം അള്ളാഹ് തടയും, അല്ലെങ്കിൽ ഉള്ളൊരു ഉപദ്രവം നീക്കി തരും. ഇനി അതും ഇല്ലെങ്കിൽ പരലോകത്ത് കൂലി തരും. ഒന്നും കിട്ടാതെ പോകില്ല. എന്തുകൊണ്ട് അപ്പം തരുന്നില്ല എന്ന് ചോദിച്ചാൽ അപ്പം തരാനുള്ള സമയമായിട്ടില്ല എന്തുകൊണ്ടുള്ളതായിരിക്കും. അത് നല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് തരുന്നില്ല? ഇപ്പം നമ്മൾ നല്ല പനി പിടിച്ച് കിടക്കുന്ന ഒരു കുട്ടിക്ക് വാപ്പ ഐസ്ക്രീം കൊടുക്കില്ല, കുട്ടി ചോദിച്ചാലും കൊടുക്കില്ല. അപ്പോൾ ആളുകളൊക്കെ കണ്ടാൽ എന്നാലും ഓൻ അത്ര കരുണല്ലോ, ഒരു ഐസ്ക്രീം വാങ്ങി കൊടുത്തൂടെ പറയും. എൻ്റെ കുട്ടിനോടുള്ള കരുണ അതല്ല. ഇപ്പം ഞാൻ ഐസ്ക്രീം കൊടുത്താൽ എൻ്റെ കുട്ടിക്ക് അപകടമാണെന്ന് ആര് പറയും? ഒരു ഉപ്പയും ഉമ്മയും പറയും. ആ ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും നമ്മളെക്കുറിച്ച് ആർക്കറിയും? നമ്മുടെ അള്ളാഹ്ക്ക് അറിയും. ആ നിലക്ക് അള്ളാഹിനോട് നിലനിർത്തി തരണേ എന്ന് ചോദിക്കണം. അത് മാത്രമല്ല, ഒരുപാട് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് കുറയും. റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ, നിങ്ങളിൽ ഒരാൾ 5 വക്തും ഒരു പുഴ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുഴയിൽ പോയി കുളിച്ചാൽ ശരീരത്തിൽ വല്ല ചളിയും ബാക്കി ഉണ്ടാവും? ഇല്ല.
അതേപോലെ തന്നെ നിസ്കരിച്ചാലും അതുപോലെ തന്നെയാണ് നിസ്കരിച്ചാൽ. നമ്മൾ മനഃപൂർവ്വം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഒക്കെ ചോദിക്കാൻ വേണ്ടി നിസ്കരിക്കണം. എന്നും കഴുകുന്ന പോലെ ഉണ്ടാവും. ഹിദായത്തിൻ്റെ ആ പ്രാർത്ഥനയുടെ അർത്ഥതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിന് ഒരുപാട്, അതാണല്ലോ അതിലെ പ്രാർത്ഥന, പ്രധാനപ്പെട്ട ഫാത്തിഹയിലെ പ്രാർത്ഥന. അതിനു മുമ്പ് അള്ളാഹിനെ പുകഴ്ത്തി, അള്ളാഹുവിനെ വാഴ്ത്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല കീർത്തിപ്പെടുത്തി, അതുപോലെ തന്നെ നമ്മളുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള കരാറൊക്കെ ഉറപ്പിച്ചിട്ടല്ലേ നമ്മൾ ചോദിക്കണേ. അങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത് അള്ളാഹിനോട്. അങ്ങനെയൊക്കെ തവസ്സുലാക്കിയിട്ടാണ്, അത് പഠിപ്പിക്കപ്പെട്ട തവസ്സുലാണ്. മുൻനിർത്തി ചോദിക്കൽ, അള്ളാഹിൻ്റെ നാമങ്ങൾ മുൻനിർത്തി, വിശേഷണങ്ങൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. പിന്നെ നമ്മുടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള കരാറൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചോദിക്കണേ? ഇഹ്ദിന സിറാത്തുൽ. അള്ളാഹു നമ്മൾ പറയുന്നതിനപ്പുറത്ത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തരട്ടെ. അപ്പം എന്നും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഹിദായത്ത് നിലനിർത്തും. അപ്പോൾ നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, പിന്നെ എന്തിനാ ഹിദായത്ത് ചോദിക്കണേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ. അത് അതിൽ ഉറപ്പിച്ച് തരണേന്നാണ്. ഇനി അതൊന്നും അല്ല, അതിൻ്റെ അപ്പുറത്തുള്ള വലിയ ആശയങ്ങളുണ്ട് ഹിദായത്തിന്. നമുക്ക് അറിയുന്ന കാര്യം അറിയാത്ത കാര്യം കൂടുതൽ അറിയാത്തല്ലേ, അതിലേക്ക് ആരാ ഹിദായത്ത് തരാ? അള്ളാഹ് ഹിദായത്ത് തരാം. ഇനി അറിഞ്ഞ കാര്യം തന്നെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കണമെങ്കിൽ ആരെ തൗഫീഖ് വേണം? അള്ളാഹിൻ്റെ തൗഫീഖ് വേണം. അതിന് ആരാ ഹിദായത്ത് തരാ? അള്ളാഹിൻ്റെ ഹിദായത്ത് വേണം. ഇനി നമുക്ക് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തന്നെ ചെയ്യാനൊരു കഴിവ് ആര് തരണം? അല്ലാതെ നമ്മൾ എത്ര ഹദീസുകൾ മനസ്സിലുണ്ടെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. ചില പൈശാചിക കൊണ്ട് അതാണ് വേണ്ട നോക്കും. ചെയ്യാനും ആരുടെ തൗഫീഖ് വേണം? അള്ളാഹിൻ്റെ തൗഫീഖും ഹിദായത്തും ഒക്കെ വേണം. ഇതിലേക്കൊക്കെ ആരാ ഹിദായത്ത് തരാ? അള്ളാഹ് തന്നെ ഹിദായത്ത് തരാം. ഇതൊക്കെ അർത്ഥറിഞ്ഞ് നമ്മൾ ഹിദായത്തിനെ കുറിച്ച് പഠിച്ചാൽ നമ്മൾ എന്ന് നിസ്കരിക്കാൻ പൂതിയാവും, ഒരു റക്കാത്ത് നിസ്കരിക്കാൻ പൂതിയാവും. കാരണം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പറഞ്ഞ ഒരുപാട് തുറവ് നമുക്ക് കിട്ടും. അറിഞ്ഞുകൊണ്ട് നല്ല ദുആ ചെയ്യണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുൽ നിന്ന് ധരിക്കപ്പെടുന്ന ഒരു കഥയുണ്ട്. അതിൻ്റെ സിഹത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു സദസ്സിൻ്റെ ഭംഗിക്ക് വേണ്ടി ആ കഥ കൂടി പറയാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ രാത്രിയിൽ ഒരു പള്ളിയിൽ അന്ത്യം ഇറങ്ങാൻ തീരുമാനിച്ചു. പള്ളി നോക്കിയടത്തുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പുറത്താക്കാൻ നോക്കി. ഇയാൾക്കറിയില്ല അത് ഇമാം അഹ്ലുസുന്നയാണ്. ഇമാം അഹ്മദും തന്നെ ഞാൻ വലിയ ആളാണെന്നൊന്നും പറയാനും അങ്ങനെയൊന്നും പറയൂല അവരൊന്നും. പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയതാണ്. പള്ളിയിൽ നിന്ന് പുറത്താക്കി വാതിൻ്റെ പുറത്തേക്കിട്ട് അവിടെ ഇരുന്നിട്ട് അവിടുന്ന് സമ്മതിച്ചില്ല, അവിടുന്നും പുറത്താക്കി. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കാലിൽ വലിച്ചയച്ചിട്ട് റോട്ടിൽ കൊണ്ടിട്ടു. അവരുടെ ഒരു റൊട്ടി കച്ചവടക്കാരൻ്റെ കട ഉണ്ടായിരുന്നു, ഒരു ഖബ്ബാസിൻ്റെ കട. ഞാൻ ഈ അടുത്ത് കേട്ടൊരു കഥയാണ്, നല്ല ഭംഗിയുള്ള കഥയാണ്. അപ്പോൾ ഈ റൊട്ടി കച്ചവടം, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് രാത്രി അവിടെ കിടക്കാൻ സമ്മതിച്ചു. അപ്പോൾ ഇദ്ദേഹവും ഇമാം അഹ്മദും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അതിൽ ഞാൻ ചുരുക്കി പറയാം, ഈ ഖബ്ബാസ്, ഈ റൊട്ടി കച്ചവടക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടീനെ, എന്ത് ചോദിച്ചപ്പോഴും തന്നിനെ, ഒറ്റ കാര്യം മാത്രം തന്നില്ല. എന്ത് ചോദിച്ചാലും അത് തന്നിക്കണേ. നമുക്ക് അയാളുടെ ഒരു ഈമാൻ. അപ്പോൾ ഇമാം അഹ്മദ് ചോദിച്ചു, എന്താണ് സംഭവം? ഇയാൾക്കും അറിയില്ല അതാരാണ് അഹ്മദ് ഹംബൽ. അപ്പോൾ ഇയാൾ പറയാണ്, ഇമാം അഹ്മദ് എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ട് ഇത്രേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഒന്ന് കണ്ടാൽ തിരക്കേടില്ല എന്ന് പഠിച്ചവനോട് കുറേ ചോദിക്കണം. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അയാളോട് മറുപടി പറയുന്നത് എന്താ അറിയോ? എന്നാൽ ആ ഇമാം അഹ്മദിനെ കാലിൽ വലിച്ചയച്ചിട്ട് പഠിച്ചോ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിക്കണം. നമ്മൾ അള്ളാഹുവിനോട് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് ചോദിക്കുക. ഈ കഥ ശരിയാകട്ടെ തെറ്റാകട്ടെ, അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കുക, മനസ്സറിഞ്ഞ് ചോദിക്കുക. ചോദിക്കുന്നവർ അള്ളാഹ് വെറുതെ വിടൂല. അള്ളാഹു അവർക്ക് എന്തെങ്കിലുമോ കൊടുക്കും. നമ്മൾ എന്നും നിലനിർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. അള്ളാഹിൻ്റെ സ്വഭാവം നന്നാക്കി തരണേ, മനസ്സ് വൃത്തിയാക്കി തരണേ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അള്ളാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി, അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഒന്ന് പുതുക്കി തരണേ. വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ ഈമാൻ നുരുമ്പിച്ചു പോകുന്നതാണ്. അള്ളാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി, അള്ളാഹു എൻ്റെ ഈ മനസ്സിൽ ഖൽബിൽ ഈമാൻ ഒന്ന് പുതുക്കി തരണേ എന്ന് ദുആ ചെയ്യാം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെട്ട ദുആകളൊക്കെ ഒരു ദിവസം ഒന്നെങ്കിലും വീട്ടിലൊക്കെ പഠിപ്പിക്കുക. ഭാര്യയും മക്കളൊക്കെ കൂടിയിരുന്നിട്ട്, ഉമ്മയും ഉപ്പയും മക്കളൊക്കെ കൂടിയിരുന്നിട്ട് റസൂലുള്ളാഹിൻ്റെ ഒരു ദുആ കാണാതെ പഠിക്കുക. നല്ല സ്വാധീനം ഉണ്ടാവും. എന്തും അള്ളാഹിനോട് ചോദിക്കാതാണ്, എന്തും അള്ളാഹിനോട് പോയി ചോദിക്കുക. നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നു. നമ്മൾ അള്ളാഹ് എന്നെ ഉസ്താദ് അടിച്ചു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊക്കെ ഉസ്താദിൻ്റെ അടുത്താണ്.
എന്നാലും ഇത് ആരോടെ പറയാ? അള്ളഹാനോട് എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? തുറന്ന എൻ്റെ ജീവിതത്തിലെ കാര്യം പറഞ്ഞ നമ്മളെ വിട്ടേക്ക് എന്തും അള്ളഹാനോട് തുറന്ന് പറയാം. ഉർവത്തുബ്നു സുബൈറൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളഹാനോടൊന്നും ചോദിക്കാല്ലേ? ഞാൻ പെരയിൽ ഉപ്പ് കഴിഞ്ഞാൽ അതുവരെ, വീട്ടിൽ ഉപ്പില്ലെങ്കിൽ അതുവരെ ആരോട് ചോദിക്കലുണ്ട്? അള്ളഹാനോട് ചോദിക്കലുണ്ട് എന്ന് ഒരു വ്യക്തിനോട് പറയാം. പെട്ടെന്ന് നിസ്കരിച്ച് പോകണുണ്ടപ്പോൾ. അപ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നവർക്കൊരു വൃത്തി ഉണ്ടാകും. ഒരു പക്ഷേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അത് ഉറപ്പിക്കണം. അള്ളാഹ് നമ്മളെ ദീനിൽ നിർത്തി തരും. ദീനിൽ നിന്നല്ല, നമ്മളെല്ലാ കർമ്മത്തിലും നമ്മുടെ ആവേശമൊക്കെ കൂടും. അല്ലെങ്കിൽ ഒരു മിനിമം ആവേശത്തിൽ എപ്പോഴും പോകാനും പറ്റും, ഒരു മിനിമം ഊർജ്ജത്തിൽ പോകാനും പറ്റും. നല്ല ഈമാൻ കൂടുന്ന സമയത്ത് കൂടുതൽ ചെയ്യാനും പറ്റും, മുടക്കാതെ കൊണ്ടുപോകാൻ പറ്റും. മറ്റേ നമ്മളിങ്ങനെ ഒരു പ്രതീക്ഷകളും അമാനിയാത്തും കൊതികളും വ്യാമോഹങ്ങളും പറയുന്ന പോലെയല്ല, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും. ആ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ആക്കൽ. പ്രാർത്ഥിക്കുക, അള്ളാഹ് ചെയ്യാൻ തൗഫീഖ് തരണേ, ചെയ്യാം. മൂന്നാമത്തെ പറയട്ടെ? രണ്ടെണ്ണമായില്ലേ? സമയല്ലേ? പ്രാർത്ഥനകളുടെ PDF ഇൻഷാ അല്ലാഹ് ദുആകളല്ലേ? ഉണ്ട്, PDF ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ PDF മാത്രമല്ല, പുസ്തകമായിട്ട് തന്നെ ഇറങ്ങിന്. പ്രവാചകന്മാരുടെ മാതൃകാ പ്രാർത്ഥനകൾ. എനിക്ക് കളഞ്ഞിട്ടിയ പുസ്തകമാണത്. അതിനാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. കളഞ്ഞിട്ടിയ പറഞ്ഞാൽ ഒരു മുസല്ലേന്ന് അവിടെ ഇങ്ങനെ കിടക്കുന്നൊരു പുസ്തകേനോ. അള്ളാഹു അത് പിന്നെ പ്രിൻ്റ് ചെയ്ത ആൾക്ക് എത്ര പ്രതിഫലം കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ചു. നമ്മളൊരു ദുആ പഠിച്ചാൽ അത് എന്നും സുജൂദിൽ ചൊല്ലുമല്ലോ. കളഞ്ഞിട്ടിയ പുസ്തകമാണ്. അതിനാണ് ഈ ദുആ അല്ലാഹു മൻസൂറിനൊക്കെ പഠിച്ച്. പ്രവാചകന്മാരുടെ മാതൃകാ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേര് മലയാളത്തിലുണ്ട്. അതിൽ അറബി മലയാളമൊക്കെ കൊടുത്തിന്. അതിൽ ആദ്യം ഖുറാനിലെ കുറേ പ്രാർത്ഥനകൾ, നബിമാരുടെ പ്രാർത്ഥന, പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെട്ടതായ ദുആകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹിസ്നുൽ മുസ്ലിം അല്ല, അതല്ലാതെ തന്നെ സ്വഹിയായി വന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. PDF ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള നടപടികളുണ്ടാവും. അള്ളാഹ് നമ്മളെ നന്നാക്കട്ടെ. പുസ്തകത്തിൻ്റെ PDF ഉണ്ടായിട്ട് അറിവില്ല. എൻ്റെ അടുത്ത് പ്രാർത്ഥനകൾ കിട്ടും, അറബി മലയാളം കിട്ടും. ഇൻഷാ അല്ലാഹ് PDF ആയിട്ട് ഈ പുസ്തകം ഉണ്ടോയെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ പ്രാർത്ഥനകൾ ഒന്നെങ്കിൽ ഞാൻ തന്നെ എഴുതി തരാം, എന്നിട്ട് നിങ്ങൾ ഗ്രൂപ്പിലിട്ടാൽ മതി. ഇല്ല, PDF അറിവിലില്ല. ഇൻഷാ അല്ലാഹ് ഉണ്ടാവുമായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലൊക്കെ ഇടാം അല്ലേ? ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ? മൂന്നാമത്തെ പറയട്ടെ, നമുക്ക് സമയം കുറച്ച് കുറവാം. മൂന്നാമത്തെ പറയട്ടെ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അത് ഉറക്കണം കേട്ടോ, നല്ല ഉറക്കണം. നമ്മൾക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു ഗുണമാണ് മറ്റുള്ളവരെ അനുകരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മുടെ മനസ്സിൽ അയാൾ തട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ പോലെ ആവാൻ നമ്മൾ നോക്കും പല കാര്യത്തിലും. അങ്ങനെയല്ലേ? പല വിഷയത്തിൽ. അതുകൊണ്ടാണ് കുട്ടികളുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒരു ഫുട്ബോൾ പ്ലെയറിനെ പോലെ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം എന്തായിട്ടുണ്ട്, പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമ്മളുടെ മുൻഗാമികളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഉറച്ചിക്കാനൊരു വലിയ കാരണം അത് തന്നെയാണ്. ഇപ്പോൾ സ്വഹാബത്തിനെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ അല്ലാഹ് നമ്മളെവിടെ എന്ന് നമുക്ക് തോന്നല്ലേ? അബൂബക്കർ സിദ്ദീഖ്. ഇനി നബിമാരെ കുറിച്ച് തന്നെ കേൾക്കുമ്പോൾ, നബിമാരെ കുറിച്ച് ഈ ഉറച്ചു നിൽക്കാനുള്ള ഒരു കാരണം സൂറത്ത് സ്വാദ് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്ത് സ്വാദ്. നിങ്ങൾ പഠിച്ചനോടെ പഠിച്ചു പോയണോ അതിന് പഠിക്കാനുള്ളതാ? നമ്മൾ ഖുറാൻ ക്ലാസ് അല്ലേ, ഞാൻ എന്തെങ്കിലും ഖുറാൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുരുക്കി പറയാം. സൂറത്ത് സ്വാദ്, സ്വാദ് വൽ ഖുർആനി ദിക്ർ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ. ആ സൂറത്തിൻ്റെ ഒരു ഉൾവിളിയുണ്ട്, നബിയെ ക്ഷമിക്കണേ എന്ന് പറയുന്നൊരു വിളിയുണ്ട്. കാരണം ആദ്യം തന്നെ നബിയെ കളവാക്കുന്നവരെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിഹസിക്കുകയും അജഅല ലാലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, പിന്നെ ഒരു ഇലാഹുള്ളൂ എന്നാണ് പറയണേ, ഭയങ്കര അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞ് നബിനെ പരിഹസിക്കും. അത് നബിക്ക് വിഷമാവല്ലോ, സ്വാഭാവികമായിട്ട് അടുത്ത കുടുംബക്കാരൊക്കെ കളിയാക്കുകയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ് നബിൻ്റെ ടീം, ലൂത്ത് നബിൻ്റെ ടീമൊക്കെ കളവാക്കിയിട്ടുണ്ട്. അവരൊക്കെ അള്ളാഹ് ശിക്ഷിച്ച ചില കാര്യങ്ങൾ നബിക്ക് പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് ഒന്നാമത്തെ പേജ് അവിടെ കഴിയുന്നുണ്ട്, അവരുടെ ശിക്ഷകളൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ പേജ് തുടങ്ങുമ്പോൾ വദ്കുർ അബ്ദന ദാവൂദ് ദൽ ഐദ് ഇന്നഹു അവ്വാബ്. നബിയെ ദാവൂദ് നബിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ആരെക്കുറിച്ച്? ദാവൂദ് നബിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്.
ദാവൂദ് നബിയുടെ ചില പ്രത്യേകതകൾ പറയാണ്. അദ്ദേഹം തസ്ബീഹ് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തസ്ബീഹൊക്കെ ചൊല്ലുമ്പോൾ പർവ്വതങ്ങളും പക്ഷികളൊക്കെ പിറകെ തസ്ബീഹാണ്. അപ്പോൾ അത്ര മനസ്സിന് വൃത്തിയുള്ള അല്ലെങ്കിൽ അത്രത്തോളം അള്ളാഹ് അനുഗ്രഹിച്ച ഒരു വ്യക്തി. എന്നിട്ട് ദാവൂദ് നബിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പരീക്ഷണം പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാളുകൾ ഫത്വ ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു കൂട്ടാളുകൾ ഫത്വ ചോദിക്കാനൊക്കെ വന്നപ്പോൾ ദാവൂദ് നബി അവിടെ പരീക്ഷിക്കപ്പെട്ടൊരു സംഭവം. അപ്പോൾ ദാവൂദ് നബി പരീക്ഷിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സുജൂദ് ചെയ്തതും ഹർറ റാഖിഅൻ വ അനാബ് റുക്കൂ ചെയ്തു. അവിടെയാണ് നമ്മൾ സുജൂദിൻ്റെ ആയത്ത് സൂറത്ത് സ്വാദിൽ 2ാമത്തെ പേജിൽ സുജൂദ് ചെയ്തൊരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെറിയൊരു ഭാഗം പറഞ്ഞിട്ട് ആലോചിക്കുന്നവരെ ആലോചിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വവഹബ്നാ ലി ദാവൂദ സുലൈമാൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ആരെ പറ്റി പറയുന്നുണ്ട്? സുലൈമാൻ നബിനെ പറ്റി പറയുന്നുണ്ട്. സുലൈമാൻ നബിക്ക് അള്ളാഹ് കൊടുത്തൊരു പരീക്ഷണം പറയുന്നുണ്ട്. അസറിൻ്റെ സമയത്ത് ഈ മുന്തിയ ഇനം കുതിരകളെ കണ്ടപ്പോൾ അദ്ദേഹം മതിഭ്രമിച്ച് അങ്ങനെ ശുഗലിലായി പോയി. ഒരു വക്ത് നിസ്കാരം പോയി, അല്ലെങ്കിൽ ആ സമയത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു, സൂര്യന് അസ്തമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി എന്ന് മാത്രമല്ല, ആ കുതിരകളെ വെട്ടിയെന്നാണ്. കുതിരകൾ എന്ത് ചെയ്തു? വെട്ടി, കഴുത്തിന് വെട്ടി. കാരണം അള്ളാഹുവിൻ്റെ ദിക്റിന് നിന്നെ തടഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പരീക്ഷിച്ചതാണ്. അപ്പോൾ അതിനും പകരം അള്ളാഹ് കൊടുത്ത്, അള്ളാഹ്ക്ക് വേണ്ടി അത്രയും നല്ല സാധനങ്ങൾ ഒഴിവാക്കി. അപ്പോൾ അതിനും പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്ത്, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ സുലൈമാൻ നബിൻ്റെ കഥയും പറയുന്നുണ്ട് സൂറത്ത് സ്വാദിൽ. ഉറച്ചു നിൽക്കുന്ന പഠിപ്പിക്കുകയാണ് നബിയെ. വദ്കുർ അബ്ദന അയ്യൂബ്. ആരെ അടുത്ത് പറയണേ? അയ്യൂബ് നബിനെ. എത്ര വർഷം അദ്ദേഹം രോഗിയായി, എന്നിട്ട് അദ്ദേഹം ദീനിന്ന് വിട്ടോ? പ്രയാസപ്പെട്ടോ? ഇല്ലല്ലോ. അയ്യൂബ് നബിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ് ഉലിൽ ഐദി വൽ അബ്സാർ ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ وإنهم عندنا لمن المصطفين الأخيار. ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുക. അവരുടെ പ്രത്യേകത ഉലുൽ ഐദി, കൈക്കരുത്തുള്ളവരാണ്. അതിൻ്റെ അർത്ഥം മസിൽ പവർ എന്ന് മാത്രമല്ല, കാരണം അത് ഓലെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ദീനിൽ കരുത്തുണ്ട്, ചെയ്യാൻ മടി ഉണ്ടാവില്ല എന്നാണ്. നമുക്ക് ചെയ്യാൻ ഊർജ്ജക്കുറവുണ്ടാവും, അവർക്കതില്ല. ഉലുൽ ഐദി വല്ല ബിസ്വാർ, ഉൾക്കാഴ്ച ഉണ്ട്. കാഴ്ച എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അവർക്ക് ഉൾക്കാഴ്ചയുണ്ട്, അറിവുണ്ട്, അതനുസരിച്ചുള്ള പ്രവർത്തനമുണ്ട്. ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. അവരല്ല പ്രത്യേകമാക്കിയതാണ്. അവരുടെ ഒരു പ്രത്യേക അല്ല ഒരു ദിക്റദ്ദാർ കൊണ്ട്, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് പ്രത്യേകമാക്കി വെച്ച കടഞ്ഞെടുത്ത മുത്തുകളാണ്. വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ. അള്ളാഹുവിൻ്റെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട സച്ചരിതരായ മനുഷ്യരാണ്. നബിമാരെ കുറിച്ച് ചില ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും കുറച്ചും കൂടിയൊക്കെ ആവണം. ഇനി വേണ്ട, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില ഏടുകൾ വായിക്കുമ്പോൾ നമ്മൾ രാത്രി കുറേ നിസ്കരിക്കണത്, നബിയുടെ സ്വഭാവമൊക്കെ കണ്ടിട്ട്, നബിയുടെ സംസാരം കേട്ടിട്ട്, ചില ആളുകളുടെ ഈമാനൊക്കെ കണ്ടിട്ട്. ഖദീജ ബീന്, സ്ത്രീകൾ കേൾക്കണില്ല ഉണ്ടോ? കേൾക്കലാണ്. ഖദീജ ബീവിയുടെ ഈമാനെ കുറിച്ച് പറയുന്നേക്കാം. ഞാൻ ഈ അടുത്ത് ഖദീജ ബീവിൻ്റെ ഒരു ചരിത്രം കേട്ടപ്പോൾ, ഖദീജ ബീവി ഏതെങ്കിലും ഒരു ഭാര്യ, ഒരു ഭർത്താവ് മക്കളെയും കുട്ടികളൊന്നും നോക്കാതെ ഒരു ഗുഹയിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ പോയിക്കോളി, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ചീത്ത പറയുന്നല്ലാതെ. അങ്ങനൊരു ഈമാനുള്ള സ്ത്രീ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് നുബുവത്തിനൊക്കെ ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ പെട്ടെന്ന് ഖദീജ ബീവി വന്നിട്ട് നബിനെ വിളിച്ചുകൊണ്ടുപോയി തരാം. നബിനെ വിളിച്ചുകൊണ്ടുപോയിട്ട്, അല്ല നിങ്ങൾ എന്നെ വിട്ടു പോകുമോ എന്ന് ചോദിക്കാത്തരാം. അപ്പോൾ അവരുടെ ഒരു ഉള്ളിൽ ആ നബിനോടുള്ള ദീനിനോടുള്ള ഒരു സ്നേഹം, നിങ്ങൾ റസൂലൊക്കെ ആയില്ലേ, നിന്നെ വിട്ടു പോകുമോ? ആര് ചോദിക്കണേ? ഖദീജ ബീവി ചോദിക്കുക. ഖദീജ ബീവിയുടെ ഫളിൽ അറിയിക്കുന്ന ഒരു ഹദീസുണ്ട്. അത്ര ഈമാനുള്ള സ്ത്രീയാണ്. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാം പറയാം, അപ്പുറത്തെ റൂമിൽ നിന്ന് ഖദീജ വരുന്നുണ്ട്, കയ്യിൽ നിങ്ങൾക്കുള്ള ഭക്ഷണമുണ്ട്. നബിക്ക് കാണൂല, ആർക്ക് കാണാം? ജിബ്രീൽ അലൈഹി സ്വലാമിന് കാണാം. എന്നിട്ട് അവർ വരുമ്പോൾ എന്നിൽ നിന്നും അള്ളാഹുവിൽ നിന്നും എന്നിൽ നിന്നും സലാം അറിയിക്കണം. എന്താ അവരുടെ ഫളില്? മാത്രമല്ല സ്വർഗത്തിൽ അവർക്കൊരു വീടുണ്ടെന്നും പറയണം. ഒരു കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ട്, അതിൽ ഒച്ചയും വിളിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ ദുനിയാവിൽ ഒരുപാട് സഹിക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്ത അതിനൊക്കെ ഒരു പകരമായിട്ട് സ്വർഗത്തിലൊരു വീടുണ്ട്, അവിടെ ഒച്ചയും വിളിയും പ്രയാസം ഒന്നും ഉണ്ടാവില്ല എന്ന് അവരെന്ത് ചെയ്യണം? അറിയിക്കണം. അപ്പോൾ അവരുടെ ഫളിൽ എത്രയാണ്? അങ്ങനെ ചില ആളുകളെ കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരാളുടെ ചരിത്രം പറയണമെന്നുണ്ട്, അവരുടെ സമയം അതിന് അനുവദിക്കില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചില ചരിത്രങ്ങൾ തന്നെ കേൾക്കും. നബിയുടെ ഒരു സ്വഭാവവിശുദ്ധി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു നബിയുടെ മുഅ്ജിസത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവിശുദ്ധിയും നബി സ്വഹാബത്തിനോട് ഇടപെട്ടിരുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു അങ്ങനെ ആകണം അല്ലേ. ഇപ്പം നല്ല ആളുകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വായിക്കുമ്പോൾ, സ്വഹാബത്തിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ, അവരുടെ നമസ്കാരങ്ങളെക്കുറിച്ച് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കാനൊരു കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. എവിടെയെങ്കിലും ആരെങ്കിലും സഹാബികളെ കുറിച്ച് അത് സലഫുകളുടെ മാർഗ്ഗത്തിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം വായിക്കാൻ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പോൾ ജബറുദ്ദീൻ ഹഫ്ളല്ലേ ഇതൊക്കെ എടുത്ത് എഴുതിയ താബികളുടെ ചരിത്രം, പുതിയൊരു പുസ്തകം, താബികളുടെ മൊത്തം ചരിത്രം പറഞ്ഞിട്ടൊരു പുസ്തകം, കുറേ താബികളുടെ സ്ത്രീകളുടെയും വനിതകളുടെയും പുരുഷന്മാരുടെയൊക്കെ ചരിത്രം പുസ്തകമുണ്ട്. വായിക്കുക, അല്ലെങ്കിൽ വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേൾക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, കുറച്ചുകൂടി ആവണമെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുള്ളതാണ്. അപ്പോൾ അതൊരു മാർഗ്ഗമാണ്. നല്ല ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച് നബിമാരെ കുറിച്ച്, അതിൽ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒക്കെ കേൾക്കുക. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് സുഹൃത്ത് ഷുആറല്ലേ പഠിപ്പിക്കണേ, അതിലിപ്പോൾ നൂഹ് നബിൻ്റെ കഥയല്ലേ പറയണേ അല്ലേ? പർപ്പുർസ നൂഹ് നബിൻ്റെ ചരിത്രമല്ലേ പറഞ്ഞോണ്ടിരിക്കണം? ആണോ? അവിടെ എത്തി. നൂഹ് നബിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നതിൻ്റെ ഓർമ്മ. അപ്പം അത് നബിമാരെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഉറച്ചു നിന്നതുപോലെ, അവർ പ്രാർത്ഥിച്ചതുപോലെ, അങ്ങനെ സ്വഹാബാക്കളെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴുള്ള കാര്യങ്ങൾ കേൾക്കുക. നമുക്ക് എത്ര ഒരു സമയമുണ്ട്? നിസ്കാരത്തിന് 5 മിനിറ്റ് മുമ്പ് അല്ലേ? അവൻ ഇൻഷാല്ലാഹ് ചരിത്രം പറയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് ഏടുകൾ നമ്മൾ വായിക്കും. നബിയുടെ സ്വഭാവം പറയുന്ന, നബി തമാശ പറയായിരുന്നു എന്നുള്ളൊരു ചരിത്രമുണ്ട്. ശാസനം തമാശ പറയാറുണ്ട്. ഒരു വയസ്സുള്ള സ്ത്രീ നബിൻ്റെ സദസ്സിലേക്ക് വന്നിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞു. എനിക്ക് സ്വർഗത്തിൽ പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയസ്സുള്ളവരൊന്നും സ്വർഗത്തിൽ പോല. അപ്പം കൽബ് പൊട്ടിപ്പോയി. അങ്ങനെയാണല്ലോ. അതും ആരാ പറയണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിഞ്ഞ് കരഞ്ഞ് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ ഉദ്ദേശിച്ചത് സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാവും, അവിടെ വയസ്സുള്ളവരുണ്ടാവില്ല, അതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മനസ്സിനൊരു ആശ്വാസം കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥിരമായി മറ്റ് നബി നഗരപ്രദേശത്താണ് ജീവിക്കുന്നത്, സിറ്റിയാണ്, മദീന അല്ലേ? ബിസ്മില്ലാ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് 3-ാമത്തെ പോയിന്റ്, നല്ല ആളുകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ വീട്ടിൽ തന്നെ മക്കളൊക്കെ പഠിപ്പിക്കുക. അത് മക്കളുടെ ജീവിതത്തിൽ ചെറിയ സ്വാധീനം നല്ല ഉണ്ടാക്കുക. നമ്മുടെ ജീവിതത്തിൽ തന്നെ ചെറിയ സ്വാധീനം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി മദീന എന്ന് പറഞ്ഞാൽ മദീനത്തു റസൂൽ, ദ സിറ്റി ഓഫ് പ്രൊഫറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണം. അപ്പോൾ പട്ടണ പ്രദേശത്തല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ അറാബികൾ ജീവിക്കുന്നുണ്ടാവല്ലോ. അപ്പോൾ സാഹിർ എന്ന പേരുള്ള ഒരു അറാബി എല്ലാ സമയത്തും ഇടവിട്ട വേളകളിൽ മദീനത്ത് കച്ചവടത്തിന് വരുമായിരുന്നു. അപ്പോൾ വരുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരും. നബിയും തന്നെ ഈ ഒരു സാധാരണ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ നബിയും കൊടുത്തേക്കും. ഒരു ദിവസം സാഹിർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാനില്ല, വീട്ടിലില്ല. അപ്പോൾ അങ്ങാടി പോയി അദ്ദേഹം കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. ഭാര്യ പറഞ്ഞു ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ കച്ചവടം ചെയ്യാൻ പോയി. അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് പറകുന്ന് ഇറുക്കി പിടിച്ചു, ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് കൊതറി, പിന്നെ മനസ്സിലായി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പറഞ്ഞു, ഒരു അടിമനെ വിൽക്കാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശയായി പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ചോദിക്കുകയാണ്, നബിയെ ഞാൻ വിലയില്ലാത്ത മനുഷ്യനാണോ? ഞാനൊരു വിലയില്ലാത്ത മനുഷ്യൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ അള്ളാഹിൻ്റെ അടുക്കൽ നല്ല വില കൂടിയ ആളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ നല്ല വില കൂടിയ ആളാണ്. ഇതൊക്കെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല സ്വാധീനം ഉണ്ടാക്കും. ഇന്ന അഫ്വാഹക്കും തുറുഖുലിൽ ഖുർആൻ, നിങ്ങളുടെ വായകൾ ഖുർആനിനുള്ള വഴികളാണ്. നമ്മളുണ്ടല്ലോ ചില ആളുകൾ വഴിയൊക്കെ വൃത്തിയാക്കിയേക്കണ്, അതുപോലെ ഖുർആൻ പോകുന്ന വഴിയാണ് നിങ്ങളുടെ വായകൾ. ഫത്വയ്യിബൂഹ ബിസിവാക്ക്, പല്ല് തേച്ച് അത് വൃത്തിയാക്കി വെക്കണം കേട്ടോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കുകൾ, പ്രവൃത്തികൾ, ചില കാര്യങ്ങളൊക്കെ നല്ല സ്വാധീനിക്കും, ചില നിലപാടുകൾ. റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്ന് ചില മുഖത്ത് മനസ്സിലാവുന്നൊക്കെ പറയുന്നേക്കാം. അങ്ങനെ അധികം ദേഷ്യപ്പെടാത്ത, എന്നാൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാ നിലക്കും മാതൃകയായ ചില ആളുകളുടെ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ചെറിയ ചെറിയ സ്വാധീനം നല്ല ഉണ്ടാക്കാന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നല്ല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ചരിത്രങ്ങൾ സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ചെറുതല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ,
ഇവരൊക്കെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം സാധാരണക്കാരുടെ ഇടപെട്ടിരുന്ന രീതികൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്രം, അലി റളിയല്ലാഹു അൻഹു ചില ധീരമായ ഇടപെടലുകൾ. നമ്മൾ റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കും അലി റളിയല്ലാഹുവിനെ കുറിച്ചിട്ട്. ഖൈബർ യുദ്ധത്തിൻ്റെ വേളയിൽ അലി റളിയല്ലാഹുവിന് കണ്ണിനൊരു പ്രശ്നം ബാധിക്കും, അദ്ദേഹം കൂടിക്കുന്നിടത്തേക്ക് വരില്ല. അപ്പോൾ റസൂലുള്ളാഹി പറയാലോ, നാളെ ഞാൻ ഈ കൊടി, ഈ യുദ്ധത്തിൻ്റെ കൊടി ഒരു വ്യക്തിയെ ഏൽപ്പിക്കും. ആ വ്യക്തിയുടെ പ്രത്യേകത യുഹിബ്ബുല്ലാഹ വ റസൂലുഹു, യുഹിബ്ബുല്ലാഹ വ റസൂലഹു. ആ വ്യക്തി അള്ളാഹിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ആരാ പറയണേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു. അദ്ദേഹത്തെ ആരിഷ്ടപ്പെടുന്നുണ്ട്? അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വഹാബാക്കളൊക്കെ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് സ്ഥാനം കൊതിച്ചൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ ഒരു പദവിയാണ്. റസൂൽ ആരെയായിരിക്കും നാളെ പറയാൻ? റസൂലുള്ളാഹി കൊടി ഏൽപ്പിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പം എന്തൊരു പദവി! അള്ളാഹിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്നു. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. ഫുള്ള് പറയാനുള്ള ചരിത്രമില്ല. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഖുർആൻ്റെ 4 ഓതും, 4 ഓതും പകല് കണ്ടിട്ട്. രാത്രി അത് കാണാതെ നിസ്കാരത്തിൽ ഓതും. രാത്രി നിസ്കാരത്തിൽ കാണാതെ ഓതും. അത്രേ. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം അത് ഒഴിവാക്കിയിട്ടില്ല. ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം അത് ഒഴിവാക്കിയത്. ഒരേ ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം അത് ജീവിതത്തിൽ ഒഴിവാക്കിയത്. അതെന്താണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം ഖലീഫ ദമസ്കസിൽ, ഉമവി ഭരണകാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. ഉമവി കാലഘട്ടത്തിലെ ഖലീഫ മർവാനാണെന്ന് തോന്നുന്നു. മർവാൻ ബിൻ അബ്ദുൽ മലിക്കാണോ അബ്ദുൽ മലിക് ബിൻ മർവാനാണെന്ന് അറിയില്ല, മർവാനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ദിമഷ്കിലെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ഉർവയെ ക്ഷണിച്ചു. അത് താബി പണ്ഡിതനാണ്, സ്വഹാബി അല്ല. ആരുടെ മകനാണ്? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ മകനാണ്. സുബൈർ ബിൻ അവാം റളിയല്ലാഹുവിൻ്റെ മകനാണ്. അസ്മാബീവിൻ്റെ മകനാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണ്, മകളുടെ മകനാണ്. സൊഫിയ ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ്, മകൻ്റെ മകനാണ്. സുബൈർ ബിൻ അവാമാണ് ഉപ്പ. അബ്ദുല്ലാഹി ബിൻ സുബൈറാണ് കാക്ക. നല്ല കുടുംബമാണ്. ആയിഷ ബീവിയാണ് ഇളയമ്മ. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ ദീനും സ്വഭാവമൊക്കെ തരട്ടെ. അല്ലാഹു ആമീൻ. തൻ്റെ മൂത്ത മകന് 4 മക്കളുണ്ട് അദ്ദേഹത്തിന്. മൂത്ത മകനെ കൂട്ടിയിട്ടാണ്, അതായത് ഏറ്റവും മുതിർന്ന പുത്രനെ കൂട്ടിയിട്ടാണ് അദ്ദേഹം യാത്ര പോകുന്നത് ദമസ്കസിലേക്ക്. ദമസ്കസിലെത്തി. ഞാൻ ചുരുക്കി പറയാം, ആ കഥ ഏതാണ്ട് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മകന് അവിടെ വെച്ച് ഒരു കുതിരാലയത്തിൻ്റെ മുമ്പിൽ വെച്ച് മകനെ കുതിരയുടെ ചവിട്ടുകൊണ്ട് മകൻ മരിച്ചുപോയി. ഒരു ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂത്ത മകൻ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം വലിയൊരു പണ്ഡിതനൊക്കെ തന്നെയാണ്. പക്ഷെ അത് സങ്കടം ധാരാളമായി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലിന് പഴുപ്പ് ബാധിച്ചു. ഡോക്ടർമാർ, രാജാവിന് നല്ല സ്നേഹമുള്ള ആളാണ് ആര്? ഉർവ. നല്ല പണ്ഡിതനാണ്. അപ്പം അദ്ദേഹത്തെ ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് കൂട്ടുകയും ഡോക്ടർമാരെ ഒന്നടങ്കം പറഞ്ഞു, കാല് മുറിക്കേണ്ടി വരും. കാല് മുറിക്കാതില്ല രക്ഷല്ല. അപ്പം കാല് മുറിക്കാനുള്ള അന്ന് ഈർച്ചവാൾ വേണം, ഇറച്ചി മുറിക്കണം, പിന്നെ എല്ല് മുറിക്കാനുള്ള കോടാലി പോലത്തെ സാധനമൊക്കെ വേണം. ഇത് മുറിക്കുന്ന സമയത്ത് ഇവിടെ കൂടിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഡോക്ടർമാർ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഉർവനോട് ചോദിക്കുകയാണ്, അല്ല ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ലഹരി തരട്ടെ? അപ്പോൾ പറഞ്ഞ്, ഞാൻ ചികിത്സക്കാണെങ്കിൽ കൂടി ഹറാം ഉപയോഗിക്കില്ല. ഈ കൂടിക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെ പിടിക്കാനാണ്, നല്ല വേദന ഉണ്ടാവും. പറഞ്ഞു, ഞാൻ ദിക്റല്ലിക്കോളാം. കാല് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ ഇറച്ചവാളുകൊണ്ട് ഇറച്ചി മുറിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകളുമായിട്ട് അദ്ദേഹം സമയം, നല്ല വേദന ഉണ്ടാവുമല്ലോ, മുറിച്ചുകൊണ്ടിരുന്ന എല്ലും മുറിച്ച് കാല് മുറിച്ചെടുത്തു എന്നാണ്. അപ്പോഴൊക്കെ ദിക്ർ ഉറക്കെ ചൊല്ലിയെന്നാണ്. ഇതൊക്കെയാണ് മുൻഗാമികൾ. കാല് മുറിച്ചെടുത്തിട്ട് തിളച്ച എണ്ണ ഒഴിക്കണം പോലെ അതിൻ്റെ മേലെ തിളച്ച എണ്ണ ഒഴിച്ച സമയത്ത് അദ്ദേഹം ബോധം കെട്ട് വീണു എന്നാണ്. ആ ഒരു ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്ന് ഖുറാൻ്റെ എന്നും ഓതുന്ന ഭാഗം ഓതാത്തത്. നമുക്ക് അത്രയൊക്കെ പരീക്ഷണത തന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കാം, നമ്മൾ അത്രയൊക്കെ പരീക്ഷണത തന്നിക്കണം. ആ കാല് ബോധം വന്ന സമയത്ത് ആ കാല് അദ്ദേഹം കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാല് കൊണ്ട് ആരാണോ എന്നെ രാത്രിയുടെ ഇരുട്ടറകളിൽ എണീപ്പിച്ച് നിർത്തിയത്, നിസ്കരിപ്പിച്ചത്, ആ പടച്ചോനറിയാം, ഞാൻ ഈ കാല് കൊണ്ട് ഹറാമിലേക്ക് പോയിട്ടില്ല. എന്താണ് ആ വാക്ക്? അവിടെ ഒരു കവിത അദ്ദേഹം ചൊല്ലുന്നുണ്ട്,
വലാ ഹമലത്നി നഹ്വ ഫാഹിശത്തിൻ റിജ്ലി. ഞാൻ സത്യം ചെയ്ത് പറയാം, ഒരു ജാഹിലിയ കവിയുടെ കവിതയാണെന്ന് തോന്നുന്നു. മാ അഹ്വൈതു കഫ്ഫി ലിരീബത്തിൻ, എൻ്റെ ഈ കൈ കൊണ്ട് രീബത്തുള്ള സംശയമാണ്, ഹറാമാണ് സംശയമുള്ള ഇതിലേക്ക് പോലും ഞാൻ കൈ താഴ്ത്തിയിട്ടില്ല. വലാ ഹമലത്നി നഹ്വ ഫാഹിശത്തിൻ റിജ്ലി, ഒരു മ്ലേച്ഛതയിലേക്ക് എൻ്റെ കാലെന്നെ കൊണ്ടെത്തിച്ചിട്ടില്ല. നമ്മുടെ അവയവത്തിൻ്റെ വിഷയങ്ങൾ നമുക്ക് ആ സത്യത പറയാൻ പറ്റുമെന്നുള്ളതാണ്. അത്ര പരിശുദ്ധിയുള്ള അങ്ങനെ മുൻഗാമികളുടെ ചരിത്രം വായിക്കലാണ് എന്ത് മൂന്നാമത്തെ മാർഗം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നാലാമത്തെ കൂടി പറയട്ടെ, അവിടെ പറഞ്ഞ അവസാനിക്കാം. പിന്നെയും മാർഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എത്ര എണ്ണി പറഞ്ഞാലും ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, നിങ്ങളോട് വരുമ്പോൾ പറയാന്നുള്ളൂ. നാലാമത്തത്, നമ്മളുടെ സാഹചര്യവും നമ്മൾ കൂടുന്ന ആളുകളും, നമ്മൾ ആരോടാണോ കൂടുന്നത്, നമ്മൾ എവിടെയാണോ സാധാരണ ഇരിക്കാറുള്ളത്, നമ്മളെ സ്വാധീനിക്കും. അതാണ് അങ്ങാടിയൊക്കെ വെറുക്കപ്പെട്ടതായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തി. പള്ളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാകാനുള്ള കാരണം, ചില ആളുകളുടെ കൂടുമ്പോൾ അവരുടേതായൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ട്. നല്ല ആളുകളാണെങ്കിൽ അല്ലേ, നമ്മൾ ചില ആളുകളുടെ സ്വഭാവത്തെ പറ്റി പറയാറില്ലേ, അദ്ദേഹത്തിൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ ഉണ്ട്, ഒരു പ്രശ്നമല്ല, നല്ല സ്വഭാവമാണ്. വേറെ ചില ആളുകളെ കുറിച്ച് അവൻ്റെ കൂടെ ആണെങ്കിൽ ഞാൻ എന്നെ വൈക്ക് കിട്ടൂല, അത്ര മോശപ്പെട്ട സ്വഭാവമാണ്. നല്ല ചങ്ങാച്ചവും കൂട്ടുകെട്ടും, പ്രത്യേകിച്ച് വലിയ വലിയ പണ്ഡിതന്മാരുടെ കൂടെ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരെ കണ്ടു പഠിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നല്ല മാറ്റം ഉണ്ടാവും. എന്നും നിങ്ങൾ വർപ്പൂർച്ചാൻ്റെ ക്ലാസ് കേൾക്കുന്നവരാണ്, അതുകൊണ്ട് ഭയങ്കര ഉഷാറായിരിക്കും. നിങ്ങൾക്ക് എത്ര കൊല്ലമായിട്ട് ഭാഗ്യം കിട്ടുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം സ്വാഭാവികമായിട്ടും അവരോട് കൂടുന്നവരിലും എന്ത് ചെയ്യും, ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജുന്ദുബിന് ജുനാദ എന്നാണ്. അദ്ദേഹം തൻ്റെ നാട്ടിലൂടെ പോകുന്ന വഴിയാത്രക്കാരെ കൊള്ളയടിച്ചിരുന്ന കൊള്ളക്കാരനായിരുന്നു. അദ്ദേഹത്തെ നമ്മളിന്ന് റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയതുകൊണ്ടാണ്. ആ സുഹബത്തല്ലേ. അപ്പം നല്ല ആളെ നമ്മൾ പറയാം, ചന്ദനം ചാരി ചന്ദനം മണക്കും എന്ന് പറയാറില്ലേ, മറ്റേത് ചാരിയാൽ മറ്റേത് മണക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ നന്നാവും. മോശപ്പെട്ട ആളുകളുടെ കൂടെ നടന്നപ്പോൾ അറിയാതെ നമ്മുടെ നാവുന്ന് വേണ്ടാത്ത വരും, നമ്മളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ശീലിച്ചിട്ടുണ്ടാവും. പല കാര്യങ്ങളും നമ്മൾ പണ്ട് അയ്യേന്ന് പറഞ്ഞിരുന്നപ്പോൾ സാധാരണ നിനക്ക് പറയും. നമ്മൾ അയ്യേന്ന് ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ ഒരു സാധാ സ്കൂൾ കുട്ടി പോലും പറയുന്ന കാരണം എന്താ, പഠിച്ച നാടും ശീലവും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അത് നമ്മുടെ സാഹചര്യങ്ങൾ നന്നാക്കട്ടെ. ഞാൻ പറഞ്ഞത് നാലാമത്തെ ഒന്ന് എന്താ വെച്ചാൽ, എപ്പോഴും നല്ല നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനത്തെ ക്ലാസ്സുകളാണെങ്കിൽ ഖുറാൻ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത അറിയില്ലേ, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ യത്ലൂന കിതാബല്ലാഹ്. ഒരു കൗമ്, ഒരു സമൂഹം ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹിൻ്റെ ഖുറാൻ ഓതുകയാണ്. വയതദാറസൂനഹു ബൈനഹും, അതവർ പരസ്പരം ഓതി പഠിക്കുകയാണ്. ഇല്ലാ നസലത്ത് അലൈഹിമു സക്കീന, അള്ളാഹിൻ്റെ സമാധാനം അവരിൽ ഇറങ്ങും. വഗശിയത്തുഹുമുർ റഹ്മ, അള്ളാഹിൻ്റെ കാരുണ്യം അവരെ മൂടും. വഹഫത്തുഹുമുൽ മലായിക, മലായിക്കത്തുകൾ അവരെ പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉന്നതന്മാരായ മലക്കളോട് ഇവരെ പറ്റി പറയും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം. സാഹചര്യം മാറിയ പെട്ടെന്നുണ്ട് തെറ്റാൻ. നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ തന്നെയല്ലേ ഉപയോഗിക്കണേ. അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ നമ്മളെ സ്വാധീനിക്കും, പ്രത്യേകിച്ച് ഹൃദയത്തിനെ സ്വാധീനിക്കും. വെളുത്ത വസ്ത്രത്തെ പോലെ എന്താ പറയുക, ചെറിയ കുത്ത് പോലും പെട്ടെന്ന് കാണും. അതേപോലെയാണ് ഹൃദയം, ചെറിയ സാധനം പോലും പെട്ടെന്ന് കയറും. അതുകൊണ്ട് മറ്റ് കാര്യങ്ങൾ സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ നല്ല നല്ലൊരു കൂട്ടും ബന്ധം എപ്പോഴും നമുക്ക് ഉണ്ടാകണം. അസൂയയില്ലാത്ത കൂട്ടുകാർ, കുനുറ്റും പോരൊന്നും ഇല്ലാത്ത, പരസ്പരം കുറ്റം പറയാത്ത, നല്ല സ്നേഹമുള്ള, ദീനിനെ ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നല്ല മെച്ചാണ്. സുബൈക്കുമ്പ് എഴുന്നേൽപ്പിക്കുന്ന കുടുംബത്തിലെ ഭാര്യമാരുണ്ടെങ്കിൽ ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. അത് നമ്മളെ നന്നാക്കട്ടെ. ആമീൻ. അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടുകെട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സാഹചര്യം എപ്പോഴും ഉണ്ടാക്കിയാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താ പറ്റും, ഒരു പരിധി വരെ. അപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അത് മറക്കരുത് കേട്ടോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് സ്വാദ് ഇടക്കിടക്ക് ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട്. ഒരു ഖബർ വരല്ലേ ക്ഷമിക്കണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നോമ്പെടുക്കുന്ന പോലെയാണ്. ഫുഡിന് നല്ല പൂതിയുണ്ട്, മഗ്രിബ് വരല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ കഴിച്ചൂടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹുവിന്റെ ഒരു ബൈത്തുണ്ട്, വസും യൗമകൽ അദ്നാ ലഅല്ലക ഫീ ഗദിൻ
തഫൂസു ബിഈദിൽ ഫിത്രി വന്നാസു സുവമൂ. നീ നിന്റെ തൊട്ടടുത്ത ദിവസം നോമ്പ് നിൽക്ക്. ചിലപ്പോൾ നാളെ എല്ലാവരും നോമ്പ് നോക്കുന്ന സമയത്ത് നിനക്ക് പെരുന്നാളേക്കും. അപ്പോൾ ജീവിതത്തിൽ ഒരു നോമ്പായി കണ്ടിട്ട് ഖബർ വരലുള്ളൂ, മരണം വരലുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കൊരു പെരുന്നാൾ ഉണ്ടാവുന്ന നിലക്ക് ക്ഷമിച്ച് നിൽക്കാൻ. ഇതാണ് സൂറത്ത് സാദ് ഇടയ്ക്കിടയ്ക്ക് പറയണേ. നബിയെ ദാവൂദ് നബിനെ കുറിച്ച്, സുലൈമാൻ നബിനെ കുറിച്ച്, ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നവരെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് നോക്ക്. അത് കഴിഞ്ഞിട്ട് സൂറത്ത് സാദിൽ, അത് 4-ാമത്തെ പേജിലാണ് പറയുന്നത്. 4-ാമത്തെ പേജിൽ പിന്നെ സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്തതിന് ശേഷം അവസാനം ആദം നബിൻ്റെ കഥ അല്ലേ, ആദം നബിയും ബിലീസും ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കഥ, അതും പറഞ്ഞിട്ടാണ് എന്താ അവസാനിക്കുന്നത്, സൂറത്ത് സ്വാദ് അവസാനിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് ചെന്ന് നോക്കി, 1-ാമത്തെ പേജും 2-ാമത്തെ പേജും 3-ാമത്തെ പേജ് 4-ാമത്തെ പേജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ഷമിക്കണേ, ഉറച്ചു നിൽക്കണേ എന്നുള്ള പാഠം അതിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതിലുപരി വായിക്കുന്നതിലുപരി ആ ഒരു ഊർജ്ജത്തോടു കൂടി, ഈമാനികമായ ആവേശത്തോടു കൂടി മരണം വരെ മുന്നോട്ട് പോകാനും അള്ളാഹുവിനെ സ്നേഹിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ ഗഫൂറായ അഫൂവായ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇബാദത്തുകളും നമ്മളുടെ പഠനവും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഹാദാ വല്ലാഹു അലം. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.